കേരള ചരിത്രവുമായി ബന്ധപ്പെട്ട് തയ്യാറാക്കിയ ചോദ്യങ്ങളും ഉത്തരങ്ങളും അടങ്ങുന്ന പുതിയൊരു വീഡിയോയിലോട്ട് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. പഴശ്ശി കലാപ സമയത്ത് തകർക്കപ്പെട്ട ഏഷ്യയിലെ തന്നെ ആദ്യത്തേതും ഏറ്റവും വലുതുമായ കറുവാത്തോട്ടം എവിടെയാണ്? കണ്ണൂരിലെ അഞ്ചരക്കണ്ടിയിൽ. കുരുമുളകിൻ്റെ വ്യാപാര കുത്തക ബ്രിട്ടീഷുകാർ സ്വന്തമാക്കിയതുമായി ബന്ധപ്പെട്ടുണ്ടായ കലാപം ഏതായിരുന്നു? അഞ്ചുതെങ്ങ് കലാപം. അഞ്ചുതെങ്ങ് കലാപം നടന്നത് ഏത് വർഷമാണ്? 1697. മാറുമറിക്കാനുള്ള അവകാശത്തിനായി തെക്കൻ തിരുവിതാംകൂറിൽ പോരാട്ടം നടത്തിയത്? ചാന്നാർ സ്ത്രീകൾ. വിജ്ഞാനത്തിന് പ്രാധാന്യം നൽകിക്കൊണ്ട് ക്ഷേത്രങ്ങളോടനുബന്ധിച്ച് വിദ്യാലയങ്ങളും വായനശാലകളും സ്ഥാപിച്ച നവോത്ഥാന നായകൻ ആരാണ്? ശ്രീനാരായണ ഗുരു. സഞ്ചാര സ്വാതന്ത്ര്യത്തിനായി കേരളത്തിൽ നടന്ന പ്രക്ഷോഭങ്ങളിൽ പ്രധാനപ്പെട്ട പ്രക്ഷോഭമാണ് 1924 വൈക്കം സത്യാഗ്രഹം. ഈ വൈക്കം സത്യാഗ്രഹത്തിന് നേതൃത്വം നൽകിയത് ആരാണ്? ടി.കെ. മാധവൻ. ഗുരുവായൂർ ക്ഷേത്രത്തിൽ എല്ലാ ജാതിയിൽപ്പെട്ട ഹിന്ദുക്കൾക്കും പ്രവേശനം അനുവദിക്കണമെന്ന് ആവശ്യപ്പെട്ട് നടന്ന സത്യാഗ്രഹമാണ് 1931 നടന്ന ഗുരുവായൂർ സത്യാഗ്രഹം. ഇതിന് നേതൃത്വം നൽകിയത് ആര്? കെ. കേളപ്പൻ. തിരുവിതാംകൂർ ക്ഷേത്രപ്രവേശന വിളംബരം പുറപ്പെടുവിച്ചത്? 1936 നവംബർ 12. ഗാന്ധിജി ആദ്യമായി കേരളം സന്ദർശിച്ചത് ഏത് വർഷമാണ്? 1920 ഓഗസ്റ്റ് 18. ഏറനാട്, വള്ളുവനാട്, പൊന്നാനി താലൂക്കുകളിലായി മലബാറിലെ കർഷകരായ മാപ്പിളമാർ 1921 നേതൃത്വം നൽകിയ ശക്തമായ പോരാട്ടങ്ങൾ. മലബാർ കലാപം. ഒന്നാം പഴശ്ശി കലാപം അവസാനിച്ചത് ഏത് വർഷമാണ്? 1797. കേരളത്തിലെ ആദ്യത്തെ കർഷക തൊഴിലാളി സമരത്തിന് വേദിയായ സ്ഥലം ഏതായിരുന്നു? വെങ്ങാനൂർ. എവിടെ നിന്നുള്ള ബ്രിട്ടീഷ് സൈന്യമാണ് ആറ്റിങ്ങൽ കലാപം അടിച്ചമർത്തിയത്? തലശ്ശേരി. വേലുത്തമ്പി ദളവയെ പരാജയപ്പെടുത്തിയ ബ്രിട്ടീഷ് സൈന്യാധിപൻ ആരായിരുന്നു? കേണൽ ലീഗർ. ഏത് വിപ്ലവത്തിന് സാക്ഷ്യം വഹിച്ച മലയാണ് പുരളിമല? പഴശ്ശി വിപ്ലവം. കുണ്ടറ വിളംബരം നടന്നത് എന്നാണ്? 1809 ജനുവരി 11. സർക്കാർ ജോലികളിൽ തിരുവിതാംകൂറുകാർക്ക് മതിയായ പ്രാതിനിധ്യം ആവശ്യപ്പെട്ട് 10,000-ലധികം പേർ 1891 മഹാരാജാവിന് സമർപ്പിച്ച മെമ്മോറാണ്ടം ഏതായിരുന്നു? മലയാളി മെമ്മോറിയൽ. മലയാളി മെമ്മോറിയലിന് നേതൃത്വം നൽകിയത് ആരാണ്? ബാരിസ്റ്റർ ജി.പി. പിള്ള. മലബാർ കലാപം അടിച്ചമർത്തിയ ജില്ലാ പോലീസ് മേധാവി ആരാണ്? ഹിച്ച്കോക്ക്. മലബാർ കലാപകാരികൾ കൊലപ്പെടുത്തിയ പോലീസ് മേധാവി ഹിച്ച്കോക്കിൻ്റെ സ്മാരകം പണിതത്? ബ്രിട്ടീഷുകാർ. ദിവാൻ സർ C.P. രാമസ്വാമിയുടെ ഭരണപരിഷ്കാരങ്ങൾക്കെതിരെ 1946 നടന്ന സമരം ഏതായിരുന്നു? പുന്നപ്ര വയലാർ സമരം. എടച്ചേന കുങ്കൻ നായർ, തലയ്ക്കൽ ചന്തു, കണ്ണവത്ത് ശങ്കരൻ നമ്പ്യാർ, കൈതേരി അമ്പു എന്നിവർ ഏത് കലാപവുമായാണ് ബന്ധപ്പെട്ടിരിക്കുന്നത്? പഴശ്ശി കലാപം. പഴശ്ശി കലാപം പ്രമേയമാക്കിയ കേരളവർമ്മ പഴശ്ശിരാജ എന്ന ചിത്രത്തിൻ്റെ തിരക്കഥ തയ്യാറാക്കിയത് ആരാണ്? M.D. വാസുദേവൻ നായർ. ഒന്നാം പഴശ്ശി വിപ്ലവത്തിനുള്ള ഏറ്റവും പ്രധാന കാരണം എന്തായിരുന്നു? ബ്രിട്ടീഷുകാരുടെ തെറ്റായ നികുതി നയം. കേരളത്തിലെ ആദ്യത്തെ സംഘടിത കർഷക തൊഴിലാളി സമരം ആരുടെ നേതൃത്വത്തിലായിരുന്നു നടന്നത്?
അയ്യങ്കാളിയുടെ നേതൃത്വത്തിൽ. ബ്രിട്ടീഷുകാരുടെ തെറ്റായ നികുതി വ്യവസ്ഥയെ ചോദ്യം ചെയ്ത് കലാപത്തിൽ പങ്കെടുത്ത ഗോത്രവിഭാഗക്കാർ കുറിച്യരും കുറുമ്പരും. രാജാധികാരത്തെ എതിർത്ത ആദ്യത്തെ വിപ്ലവകാരി ആരായിരുന്നു? വൈകുണ്ഠ സ്വാമികൾ. തിരുവിതാംകൂറിൻ്റെ ഝാൻസി റാണി, കേരളത്തിൻ്റെ ജോവാന ഓഫ് ആർക്ക് എന്നറിയപ്പെടുന്ന വനിത ആരാണ്? അക്കമ്മ ചെറിയാൻ. 1913 ചരിത്ര പ്രാധാന്യമുള്ള കായൽ സമ്മേളനത്തിന് നേതൃത്വം വഹിച്ച മഹത് വ്യക്തി ആരാണ്? പണ്ഡിറ്റ് കറുപ്പൻ. തിരുവിതാംകൂറിൻ്റെ ധീരദേശാഭിമാനിയായിരുന്ന വീരുത്തമ്പി ദളവയുടെ ജനനസ്ഥലം എവിടെയാണ്? തലക്കുളം. വ്യക്തി സത്യാഗ്രഹത്തിനായി ഗാന്ധിജി തിരഞ്ഞെടുത്ത ആദ്യത്തെ കേരളീയൻ ആരായിരുന്നു? കെ കേളപ്പൻ. കേരളത്തെ സംബന്ധിച്ച് ഏറ്റവും പുരാതനമായ പരാമർശമുള്ള സംസ്കൃത ഗ്രന്ഥം ഏത്? ഐതിരേയാരണ്യകം. പ്രാചീന കേരളത്തിലെ പ്രശസ്തമായ വിദ്യാകേന്ദ്രം ഏതായിരുന്നു? കാന്തള്ളൂർ ശാല. യവനപ്രിയ എന്നറിയപ്പെടുന്ന റോമക്കാർക്ക് ഏറ്റവും പ്രിയപ്പെട്ട സുഗന്ധദ്രവ്യം ഏത്? കുരുമുളക്. കേരളത്തിൽ സൂക്ഷ്മ ശിലായുധങ്ങൾ കണ്ടെടുക്കപ്പെട്ട സ്ഥലം ഏതാണ്? മറയൂർ, ഇടുക്കി ജില്ല. കേരളപ്പഴമ എന്ന ഗ്രന്ഥത്തിൻ്റെ കർത്താവ് ആരാണ്? ഹെർമൻ ഗുണ്ടർട്ട്. ദക്ഷിണേന്ത്യയിൽ ബ്രിട്ടീഷുകാർക്കെതിരെ നടന്ന യുദ്ധങ്ങളിൽ ഏറ്റവും ശക്തമായ യുദ്ധം ഏതായിരുന്നു? പഴശ്ശി യുദ്ധങ്ങൾ. പഴശ്ശിരാജയുടെ രാജവംശം ഏതാണ്? കോട്ടയം രാജവംശം. പഴശ്ശി ഡാം സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? വളപട്ടണം പുഴയിൽ. കേരളത്തിലെ ജനകീയ സമരങ്ങളിലേക്ക് ക്രിസ്ത്യാനികൾ പങ്കെടുക്കാൻ തുടങ്ങിയ സമരം ഏതാണ്? വൈദ്യുതി പ്രക്ഷോഭം. വാഗൺ ട്രാജഡി നടന്നത് ഇന്നത്തെ ഏത് ജില്ലയിലാണ്? മലപ്പുറം ജില്ലയിൽ. പഴശ്ശിരാജയ്ക്കെതിരെ യുദ്ധം ചെയ്യാൻ ആർതർ വെല്ലസ്ലി നിയമിച്ച കോൾക്കാർ സേനയുടെ എണ്ണം എത്രയായിരുന്നു? 1200. അടുത്തത് കൂട്ടുകാർക്കുള്ള ചോദ്യമാണ്. കയ്യൂർ സമരം കേരളത്തിലെ സ്വാതന്ത്ര്യ സമര ചരിത്രത്തിലെ പ്രധാനപ്പെട്ട സംഭവമാണ്. കയ്യൂർ എന്നത് ഏത് ജില്ലയിലാണ്? ഉത്തരം അറിയാവുന്ന കൂട്ടുകാർ കമൻറ്റ് ചെയ്തോളൂ. എല്ലാ കൂട്ടുകാർക്കും വിജയാശംസകൾ നേർന്നുകൊണ്ട് അടുത്തൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം. അതുവരേക്കും എല്ലാവർക്കും ബൈ. താങ്ക്സ് ഫോർ വാച്ചിങ്.